എല്ലാവർക്കും നമസ്കാരം. വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. ഭാരതം പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. അതിൽ വളരെ പ്രധാനമായ ഒരു ചരിത്രം കൂടെ തിരുത്തപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധിക കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദം അലങ്കരിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ചരിത്രത്തെ നരേന്ദ്രമോദി മറികടക്കുകയാണ്. ഇനി ഭാരത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദം വഹിച്ച വ്യക്തിയുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നായിരിക്കും. മറ്റൊരു ചരിത്രം, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ മുൻ പ്രധാനമന്ത്രിമാരില്ലാത്ത ഒരു പാർലമെന്റ് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു മുൻ പ്രധാനമന്ത്രി അംഗമായിരിക്കും. ആ ചരിത്രവും തിരുത്തപ്പെടുകയാണ്. 2024 മൻമോഹൻ സിംഗ് അന്തരിച്ചതിന് ശേഷം ഇപ്പോൾ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മുൻ പ്രധാനമന്ത്രി HD ദേവേഗൌഡയാണ്. BJPയുടെ പിന്തുണയോടെ അദ്ദേഹം രാജ്യസഭയിൽ അംഗമാണ്. എന്നാൽ 93-കാരനായ ദേവേഗൌഡയ്ക്ക് വീണ്ടും രാജ്യസഭയിലേക്ക് ഒരവസരം നൽകേണ്ടതില്ല എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ പാർലമെന്റ് ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു മുൻ പ്രധാനമന്ത്രി ഇല്ലാത്ത പാർലമെന്റായി മാറുകയാണ്. ദേവേഗൌഡയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം തികച്ച് അദ്ദേഹം ഭാരതം ഭരിച്ചിട്ടില്ല. 1996 ജൂൺ മാസത്തിലാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്. നരസിംഹ റാവുവിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു താൽക്കാലിക ഐക്യമുന്നണി സംവിധാനം ഉണ്ടാക്കുകയും VP സിംഗ് ഐക്യമുന്നണിയുടെ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാകാതിരിക്കുകയും ഒടുവിൽ CPI-എമ്മുകാരനായ ജ്യോതി ബസുവിനെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാം എന്ന ചർച്ചകൾ ഉയരുകയും എന്നാൽ പിന്നീട് ചരിത്രപരമായ മണ്ടത്തരം എന്ന് CPM തന്നെ വിശേഷിപ്പിച്ച ആ സംഭവം, ജ്യോതി ബസു ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ജ്യോതി ബസുവിന് CPIM അന്ന് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ജ്യോതി ബസുവും VP സിംഗും നിഷേധിക്കപ്പെട്ടിടത്താണ് വളരെ അപ്രതീക്ഷിതമായി അന്ന് ദേശീയ തലത്തിൽ ഒരു വ്യക്തിത്വമേ അല്ലാതിരുന്ന കർണാടകയിലെ കർഷക കുടുംബത്തിൽ നിന്നുള്ള സാധാരണക്കാരനായ ദേവേഗൌഡ പ്രധാനമന്ത്രിയാകുന്നത്. കൃത്യം 11 മാസം, ജൂണിൽ അധികാരത്തിൽ വരുന്നു. 97 ഏപ്രിലിൽ കോൺഗ്രസ് ദേവേഗൌഡയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. കോൺഗ്രസും CPI-എമ്മുമാണ് ആ സർക്കാരിനെ താങ്ങി നിർത്തിയിരുന്നത്. പിന്നീട് ദേവേഗൌഡയ്ക്ക് ശേഷം IK ഗുജറാൾ പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹവും 10 മാസമാണ് ഭരിച്ചത്. അപ്പോൾ കേവലം 11 മാസമാണെങ്കിലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിച്ച HD ദേവേഗൌഡ രാജ്യസഭയിൽ ഒരു മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഉണ്ടായിരുന്നു. ഇനി ഈ ആസന്നമായ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഭാരതത്തിന്റെ പാർലമെന്റ് മുൻ പ്രധാനമന്ത്രിമാരില്ലാത്ത പാർലമെന്റ് ആകുന്നു. ലോക്സഭയിലുമില്ല, രാജ്യസഭയിലുമില്ല. ഒരുപക്ഷെ ആ ചരിത്രം ഇനി കുറെ കാലത്തേക്ക് ആവർത്തിക്കാനാണ് സാധ്യത. കാരണം നരേന്ദ്രമോദിയുടെ ഭരണം അത്ര പെട്ടെന്ന് ഭാരതത്തിൽ ഇല്ലാതാകും എന്നാരും കരുതുന്നില്ല. അഥവാ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹം ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാകും എന്നും കരുതാനാകില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ശേഷം ഇനി വേറൊരു പ്രധാനമന്ത്രി വരികയും ആ പ്രധാനമന്ത്രി സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്ത് പിന്നീട് ലോക്സഭയിലോ രാജ്യസഭയിലോ വന്നാൽ മാത്രമേ
ഒരു മുൻ പ്രധാനമന്ത്രി നമ്മുടെ പാർലമെന്റിൽ വരികയുള്ളൂ. അനധിവിദൂര ഭാവിയിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഭാരതം ഒരു പുതിയ ചരിത്രം കൂടി എഴുതുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരില്ലാത്ത പാർലമെന്റ്.